ചങ്ങന്മാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് പൂഞ്ഞാറ്റിലെ ചെറിയ കക്കൂസിനെ കുറിച്ചാണ്, ഷൊണ്ണ ജോർജിനെ കുറിച്ച്. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ വർഗീയത കേട്ടിട്ട് നാട് കത്തിക്കലാണല്ലോ അച്ഛന്റെയും മോന്റെയും പരിപാടി. അങ്ങനെ ഇന്നലെ പൂഞ്ഞാറ്റിലെ ചെറിയ കക്കൂസ് ഷൊണ്ണ ജോർജ് നാട് കത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വായിയെടുത്ത പച്ച വർഗീയതയെ പറയൂ, പക്ഷെ അതൊക്കെ കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രതികരിച്ചു പോകുന്നത്. നമുക്കെന്തായാലും പൂഞ്ഞാറ്റിലെ ചെറിയ കക്കൂസ് ഷൊണ്ണ ജോർജ് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ. വാ. പ്രണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ലേഖയിൽ അത് ലവ് ജിഹാദ് അല്ലായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലവ് ജിഹാദ് അല്ല എന്ന് സർക്കാർ, അങ്ങനത്തെ ഈ സർക്കാർ ഭരിക്കുന്ന ഒരു പോലീസ് അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കൃത്യമായ സമ്മർദ്ദങ്ങളുണ്ട്. ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ സർക്കാർ വലിയ രീതിയിലാണ് ശ്രമിക്കുന്നത്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട്. എന്നെ മതം മാറ്റാൻ അവർ മുറിയിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴിയുണ്ട്. എന്നെ മുറിയിൽ കൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. എവിടെയാണ് പൂട്ടിയിട്ടത്? പാനായിക്കുളത്താണ് പൂട്ടിയിട്ടത്. പാനായിക്കുളത്തിന്റെ ചരിത്രം നമുക്കെല്ലാം അറിയാം. പാനായിക്കുളത്തിന്റെ ചരിത്രവും ആനായിക്കുളത്തിന്റെ ചരിത്രവും നമുക്കറിയില്ല. പക്ഷെ നിന്റെയും നിന്റെ തന്ത PC ജോർജിന്റെ ചരിത്രം മലയാളിക്ക് മൊത്തം അറിയാം. അതെന്താണ് ആ ചരിത്രം എന്ന് പറഞ്ഞാല്, ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ നടന്റെ ഹിന്ദുവായ മകളെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അവളെ മതം മാറ്റാതെ നീ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിന്റെ അച്ഛന്റെ ചരിത്രം. അത് കഴിഞ്ഞിട്ട് ആ ഹിന്ദു പെൺകുട്ടിയോട് നീ മതം മാറാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിന്റെ ചരിത്രം. ആ രണ്ട് ചരിത്രവും മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. കേരളക്കരയിൽ ആദ്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ കല്യാണം കഴിക്കാൻ മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീയും നിന്റെ അച്ഛനും കൂടിയിട്ടാണ്. അതിന്റെ തെളിവായിട്ട് നീ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഈ നാട്ടിൽ തെളിവായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ഹിന്ദു പെണ്ണിനെ മതം മാറ്റിയ നീ ലവ് ജിഹാദ് എന്നെല്ലാം പറയുമ്പോൾ കുറച്ചൊരു ഉളുപ്പില്ല ചങ്ങയ്യക്ക്. അങ്ങനെ കുറച്ച് ഉളുപ്പും നാണോ മാനം നിനക്കുണ്ടെങ്കിൽ നിന്റെ ഭാര്യനോട് പറ തിരിച്ച് നീ ഹിന്ദുവാകുന്നു. അങ്ങനെ പറയാൻ നിനക്ക് ധൈര്യം ഉണ്ട് എന്റെ ഷൊണ്ണ ജോർജ്? അങ്ങനെ നീ പറഞ്ഞ നിന്റെ അച്ഛൻ PC ജോർജ് ഉണ്ടല്ല, നിന്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കൂ. നിന്റെ അച്ഛൻ ഇപ്പം കാണുമ്പോ ഹിന്ദുക്കളെ പൊന്തി ജോർജിന്റെ സംഘികളെ സൂചിപ്പിക്കുന്നുണ്ടല്ല. പക്ഷെ അയാളെങ്ങാനും നിന്റെ ഭാര്യനെ തിരിച്ച് ഹിന്ദുവാക്കി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ല, അപ്പൊ ഇരുന്ന് ഹിന്ദുക്കളെ തെറി വിളിക്കൂ. എന്നിട്ട് അങ്ങനെയുള്ള ഒരു അച്ഛനും മോനും കൂടി വന്നിട്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു. ആദ്യം നീ ഉണ്ടല്ല നിന്റെ വീട്ടിലെ കക്കൂസിലെ നാറ്റം ശരിയാക്കട്ടെ, എന്നിട്ട് മറ്റുള്ള ആളെ കുറ്റം പറയട്ടാ. നമുക്ക് ഇവന്റെ അടുത്ത വർഗീയത കേട്ടിട്ട് വരാം. വാ. ആ ചെറുപ്പക്കാരന്റെ അപ്പനും അമ്മയും മാത്രമല്ല മറ്റ് ബന്ധുക്കളോടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ വല്ല അന്വേഷണം നടന്നോ? അതിൽ പുനരന്വേഷണം BJP ആവശ്യപ്പെടുകയാണ്. ആ വിഷയത്തിൽ നീതിപൂർവമായ ആ പെൺകുട്ടിയുടെ നീതി കിട്ടേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നിട്ടില്ല. ആ വിഷയത്തിൽ പുനരന്വേഷണം BJP ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ആ കുടുംബം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ നിയമസഹായവും BJP നൽകും. ഈ വിഷയത്തിൽ NIA ഉൾപ്പെടെയുള്ള അന്വേഷണം ആവശ്യമാണ്. പക്ഷേ NIAയുടെ അന്വേഷണത്തിലേക്ക് വേണ്ട കണ്ടന്റുകളോ മൊഴികളോ ഒന്നും ഈ നിമിഷം വരെയും പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ NIAക്ക് കേസ് റെഫർ ചെയ്യാനോ തയ്യാറായിട്ടില്ല. എന്തിനാടോ തെളിവ്? നീയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുമല്ലേ എന്ന് കേന്ദ്ര ഏജൻസികള്. പിന്നെ എന്തിനാ തെളിവ്? വിളിക്ക്, അവരിങ്ങ് വരുത്ത്, നീ കേരളത്തിലേക്ക് വരുത്ത്. എന്നിട്ട് നിങ്ങളെ കയ്യിലുള്ള എല്ലാ ഏജൻസികളെയും കൊണ്ടുവന്നിട്ട് അന്വേഷിക്കുക കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ടോ എന്ന്. ഒരുപാട് അന്വേഷിച്ചിട്ട് ഒരു തെളിവും കിട്ടാണ്ട് തിരിച്ചു പോയതാന്ന് എല്ലാ കേന്ദ്ര ഏജൻസികളും. എന്തിനു നിങ്ങൾ അമിത്ഷാ വരെ പറഞ്ഞാന്ന് ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം കേരളത്തിൽ നടക്കുന്നില്ല എന്ന്. പക്ഷെ ഇനി ലവ് ജിഹാദ് അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ വേറൊരു കേസും കൂടി അന്വേഷിക്കണം കേട്ടോ. ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറ്റാൻ ശ്രമിച്ച ഒരു അച്ഛന്റെയും മകന്റെയും കേസ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ നീയും പെടും, നിന്റെ അച്ഛനും പെടും. അതിന് അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസിൽ നീ തന്നെ അറിയാതെ പറഞ്ഞു പോയ ഒരുപാട് പൊട്ടത്തര തെളിവുകളുണ്ട്. പിന്നെ ഇനി NIA വരുമ്പോ നീ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടാ. 2 ദിവസം മുന്നേ നിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പീഡനം മൂലം, ശാഖയിലെ പീഡനം മൂലം. അതും കൂടി അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് പറയണം കേട്ടാ. അങ്ങനെ നീ ഒന്ന് പറഞ്ഞു നോക്കിയട്ടെ, ആ മരണമെന്ന് അന്വേഷിക്കണം NIAയോട് ഒന്ന് പറഞ്ഞു നോക്കിയട്ടെ. അന്ന് നിന്റെ കട്ടയും പടവും അടക്കും. അന്ന് നിന്റെ BJP ഒഴിവാക്കാൻ വേണ്ടി RSR ഉത്തരവിടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ കേരളത്തിലെ അനാഥനായി നടക്കും. നീ മാത്രമല്ല, നിന്റെ അച്ഛനും ഒരു പാർട്ടി എടുക്കാത്ത അനാഥ ശവങ്ങളായി ഇങ്ങനെ നടക്കേണ്ടി വരും. നമുക്കിനി ഷൊണ്ണ ജോർജിന്റെ അടുത്ത വീരവാദ തള്ളുകളിലേക്ക് പോകാം. വാ. വളരെ ഗുരുതരമായ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നിരിക്കുന്നത്. ഒന്നും വേണ്ട, ഇന്ന് രാവിലെ പുറത്തിറക്കി, ഇന്ന് നാളെയും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ പള്ളുരുത്തി അവരുടെ കത്ത് നിങ്ങളുടെ എല്ലാം കൈ കിട്ടിക്കാണ്. എന്താ പ്രശ്നം? അവിടെ സ്കൂളിന് ചേരാത്ത വസ്ത്രധാരണം, സ്കൂളിന്റെ യൂണിഫോം അല്ലാത്ത വസ്ത്രധാരണം പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ സ്കൂളിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. വലിയ ഭീഷണിയുടെ പുറത്ത് അവിടെ ആ സ്കൂൾ 2 ദിവസത്തിന് അടച്ചിടാൻ ഇവിടെ ആ സ്കൂളിന്റെ നോട്ടീസാണിത്. ഇത് കേരളമല്ലേ? ഇതെന്തായി നടക്കുന്നത്? ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല, ഇത് കേരള സ്റ്റേറ്റ് ആണ്. ഇവിടെയാണ് ഈ പോക്കൃത്തരങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇവിടെ ശരീഅത്ത് നിയമമല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയത്തില്ലേ? ഇത് എന്ത് മോശമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇതിനെല്ലാം വളം വെച്ച് ഈ മുനമ്പം വിഷയം ഇതിന്റെ ബാക്കിയല്ലേ?
കോതമംഗലം വിഷയം ഇതിന്റെ ബാക്കിയല്ലേ? ഇപ്പോൾ ഈ പള്ളിയൂർത്തിലുണ്ടായ വിഷയം ഇതിന്റെ ബാക്കിയല്ലേ? ഇതിനെല്ലാം 10 വോട്ട് നോക്കി കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ നാടിനെ മറ്റൊരു ബംഗ്ലാദേശ് ആക്കി, മറ്റൊരു നേപ്പാളൊക്കെ ആക്കി മാറ്റും. അങ്ങനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ സംഘികളും ക്രിസംഖികളും കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ നാട് ഏകദേശം ആ അവസ്ഥയിലേക്ക് എത്തിയല്ല. പിന്നെ നിങ്ങൾ സംഘികളും ക്രിസംഖികളും പറയുന്നുണ്ടല്ലോ ആ സ്കൂളിന് ഭീഷണി ഉണ്ടായി, ആ ഭീഷണി ഉള്ളത് കൊണ്ടാണ് 2 ദിവസം സ്കൂൾ അടച്ചതെന്ന്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണി നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ച, അതിന്റെ ഒരു തെളിവ് നിങ്ങൾ എവിടെയും കാണിച്ച, ആരെങ്കിലും ഭീഷണിപ്പെടുന്ന ഒരു തെളിവ്, അങ്ങനെ ഒരു തെളിവ് നിങ്ങളെ കയ്യില്ല. കാരണം അങ്ങനെ ഒരു ഭീഷണി ഇല്ല. പക്ഷെ എന്തുകൊണ്ട് സ്കൂൾ അടച്ച്? അങ്ങനെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട്ടിയെയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും അതിലൂടെ മുസ്ലിം സമൂഹത്തെയും കുറ്റം പറയാൻ പറ്റും. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ സ്കൂളിലെ കാസ മാനേജ്മെന്റ് ആണെന്ന് അരി ഭക്ഷണം കഴിക്കുന്ന തലയിൽ വിവരമുള്ള എല്ലാ മലയാളിക്കും മനസ്സിലായിന്. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കള്ളവും വർഗീയതയുണ്ടല്ല, അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. നമുക്ക് ഇതിന്റെ അവസാന വർഗീയതയിലേക്ക് കടക്കാം. വാ. അന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാലും അദ്ദേഹത്തിന് CPM വിചാരിച്ചാലും ഇതിനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഈ നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം നടക്കുന്നു. അതേക്കുറിച്ച് മിണ്ടാൻ കോൺഗ്രസും CPM തയ്യാറല്ല. അതിനുള്ള BJPയുടെ പ്രതിഷേധം അറിയിക്കുന്നു. NIA അന്വേഷണം ആണ് ആ കുട്ടികളുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസിന്റെ നിങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അത് മൂടിവെക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ട് എന്ന് മൂടിവെക്കാൻ വേണ്ടി, മതപരിവർത്തനം അതിനെതിരെയാണ്, അല്ലെങ്കിൽ അതാണ് ആ കുട്ടിയുടെ ആത്മഹത്യ കാരണമെന്ന് മൂടി വെച്ചുകൊണ്ടല്ലേ റിപ്പോർട്ട് കൊടുക്കുന്നത്. പുനരന്വേഷണം ആവശ്യപ്പെടണം. കേന്ദ്ര അല്ല, അത് കുടുംബമാണല്ലോ തീരുമാനിക്കണം. അത് തീരുമാനിക്കണം. അങ്ങനെ അവർ എന്താവശ്യപ്പെട്ടാലും സ്വാഭാവികമായും അവർ അതിന് പുനരന്വേഷണവും മേൽ ഏതെങ്കിലും വലിയ ഏജൻസികളുടെ അന്വേഷണവും കുടുംബം ആവശ്യപ്പെട്ടാൽ BJP അവർക്കുള്ള എല്ലാ സഹായങ്ങളും നൽകും. എന്തിനാ കുടുംബം ആവശ്യപ്പെടുന്നത്? നീയല്ലേ വന്നിട്ട് ലെക്ചർ അടിക്കുന്നത്? നീ എന്നെ ആവശ്യപ്പെട്ട്, നിന്റെ BJP എന്നെ ആവശ്യപ്പെട്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ വരാത്തവരെന്നല്ല കേന്ദ്ര ഏജൻസികൾ. നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അവരിവിടെ എത്തുന്നില്ലേ? പിന്നെ എന്തിനാണ് കുടുംബം ആവശ്യപ്പെടുന്നത്? പെട്ടെന്ന് ആവശ്യപ്പെട്ട് അവരിവിടെ എത്തിക്ക്. പിന്നെ കോടതി വിധിയൊക്കെ വരുന്നവർ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? നിങ്ങൾ ഏത് കോടതി വിധിയാണ് അംഗീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ഏതെങ്കിലും കോടതി വിധിനെ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ വന്നിട്ട് ഇമാര് മൊണ്ണത്തരം പറയുന്നത്. പിന്നെ നിങ്ങൾ മലയാളികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാധനത്തിന്, ഈ ഷൊണ്ണ ചോദന നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ, ഏതെങ്കിലും നല്ല കാര്യം നടത്താൻ വേണ്ടിട്ട് എവിടെയെങ്കിലും ഈ സാധനം കണ്ടിട്ടുണ്ടാ? എവിടെയും നിങ്ങൾ കാണില്ല. പക്ഷെ എവിടെയെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെയൊക്കെ മുൻപന്തിയിൽ ഇവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവന്റെ തന്ത പൂഞ്ഞാലിലെ PC ജോർജ് ഉണ്ടാവും. അതായത് നല്ല കാര്യത്തിന് എവിടെയും, കേരളത്തിൽ നല്ല കാര്യത്തിന് എവിടെയും ഇവരൊന്നും കാണില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും അതിലൂടെ എന്തെങ്കിലും മുതലെടുപ്പ് നടത്താനും ഈ 2 സാധനങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞ ഇന്നിവിടെ വന്നിട്ട് ഇമാതിരി നൊടിച്ചിളക്കേണ്ടതുണ്ടല്ല ഇവന്റെ തന്തയാണ്. പക്ഷേ ഉണ്ടല്ല, കോടതി ഉത്തരവിട്ടിനെ ഇനിയെങ്കാലം വന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തരോ വർഗീയത പറഞ്ഞെങ്കിൽ പിടിച്ചകത്തിടുന്നു. ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് പൂഞ്ഞാലിലെ വലിയ കക്കൂസ് വരാണ്ട് ചെറിയ കക്കൂസിനെ പറഞ്ഞു വിട്ടിനെ. ഇവനും ചെറിയ കക്കൂസ് ഒന്നല്ലട്ടാ, ഇതും വലിയ കക്കൂസ് തന്നെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛനേക്കാളും അഴുക്കയാവും ഈ ചെറിയ കക്കൂസ്. നമ്മൾ ഈ സുന്ദരമായ നാട് നാറ്റിക്കാൻ വേണ്ടി ഇവനെ പോലുള്ള 2 ആൾക്കാർ മതി. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, കേരളത്തിലെ സംഘികളെക്കാളും ഭയപ്പെടേണ്ടത് ഇവനെ പോലത്തെ സംഘികളെയാണ്. ഇവരെ നമ്പാനേ പാടില്ല. അവരെയും നമ്പാൻ പാടില്ല, പക്ഷെ ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പാടില്ല. ഞാൻ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവനൊന്നും നാടിന്റെ നല്ല കാര്യത്തിന്, നാടിന്റെ വികസനത്തിന് എവിടെയും കാണൂല. ആ വികസനം ഇല്ലാതാക്കാൻ വേണ്ടി മുൻപന്തിയിലുണ്ടാവും, അല്ലെങ്കിൽ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി, ഈ നാടിനെ കുറ്റം പറയാൻ വേണ്ടി എപ്പോഴും മുൻപന്തിയിലുണ്ടാവും. അങ്ങനെ ലവ് ജിഹാദ് അന്വേഷിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം ആദ്യം വരേണ്ടത് നിന്റെ വീട്ടിലേക്കാണ്. ഒരു ഹിന്ദു സ്ത്രീനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച് മതം മാറ്റിയ നിന്റെയും നിന്റെ അച്ഛന്റെയും നെഞ്ചത്തോട്ടാണ് ആ അന്വേഷണം വരേണ്ടത്. അതുകൊണ്ട് നിന്റെ ഷോ സംഘികളുടെ അടുത്തേക്ക് മതി, മലയാളികളുടെ അടുത്തേക്ക് നിന്റെ ഷോ എടുക്കണ്ട. മലയാളികൾക്ക് നിന്റെ ചരിത്രവും അറിയാം, നിന്റെ തന്തയുടെ ചരിത്രവും അറിയാം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.